അടുത്ത വരാൻ പോണ GST കൗൺസിലിൽ ഡ്രോൺസിൽ ഇപ്പൊ ഡ്രോൺ ടെക്നോളജി ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്ത് വരുന്നു. ഈവൻ കമ്പനീസ് വരെ അവരുടെ പ്രോഡക്ട്സ് ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ കൊറിയർ സർവീസസ് വരെ ഡ്രോൺസിൽ ചെയ്യുന്നു. അത് മാത്രമല്ല ഈ റോഡിന്റെ ഒക്കെ സർവേ നടത്തില്ലേ നമ്മൾ, ഈ നാഷണൽ ഹൈവേ ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഏരിയൽ സർവേ നടത്താൻ വേണ്ടി, ജിയോ സ്പെഷ്യൽ സർവേ നടത്താൻ വേണ്ടിയിട്ടൊക്കെ ഡ്രോൺ യൂസ് ചെയ്യും. ഇപ്പൊ ഡ്രോണിന് ഇവിടെ ഒരു വലിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതായത് ഡ്രോണിനെ പല കാറ്റഗറിയിലാണ് നമ്മളിവിടെ GST വെച്ചേക്കുന്നത്. അതായത് നമ്മുടെ കൺസ്യൂമേഴ്സ് യൂസ് ചെയ്യണ ഡ്രോൺസ് ഉണ്ടല്ലോ, അതിന് സാധാരണ 28% ടാക്സ് മാക്സിമം GST വെച്ചേക്കുന്നത്. കാര്യം വെച്ചാൽ അത് ആവശ്യമില്ലല്ലോ നമുക്ക്, നമ്മൾ വെറുതെ ഫോട്ടോ എടുക്കാനും കല്യാണത്തിനും ഒക്കെ ആണല്ലോ എന്നുള്ള രീതിയിലായിരിക്കാം അവർ ആലോചിച്ചത്. പിന്നെ ഈ ഫിറ്റഡ് ക്യാമറ വെച്ചിട്ട് വരുന്ന സാധനത്തിന് 18% ആണ്. അതുകൂടാതെ ബിസിനസ്സിന് ഉപയോഗിക്കുന്ന കമ്പനികൾ യൂസ് ചെയ്യുന്ന ഡ്രോൺസിന് 5% ആണ്. ഇപ്പോൾ ഒരു GST പ്രൊപ്പോസലിലേക്ക് വരുന്നത് നമുക്ക് വീണ്ടും സോഴ്സ് ബേസ്ഡ് ഇൻഫർമേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. ഏതാണെന്ന് വെച്ചാൽ 5% ഫ്ലാറ്റ് ആയിട്ട് അതിനെ കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ള ഒരു ന്യൂസും കൂടി. യൂണിഫോം പെർസെൻറ്റേജ് 28ഉം 18ഉം 5ഉം കൂടെ ചേർത്ത് 5ലേക്ക് കൊണ്ടുവരാൻ പോകണമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അത് തീർച്ചയായിട്ടും ഈ ഡ്രോണിന് വേണ്ടിയിട്ട് ഒരുപാട് സ്റ്റാർട്ടപ്പ് ഫണ്ടിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ബഡ്ജറ്റിൽ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിരുന്നല്ലോ. അത് മാത്രമല്ല ഇറ്റ്സ് എ വർക്ക് ഇൻ പ്രോഗ്രസ്. അതിങ്ങനെ ആ ഇൻഡസ്ട്രിയെ പൊക്കിക്കൊണ്ടുവരാന്നുള്ളത്. സോ ഡ്രോൺസ് ആർ ഹിയർ ടു സ്റ്റേ, റൈറ്റ്? അപ്പം മറ്റേ ഈ 5% ഡ്രോൺ കമ്പനീസ് യൂസ് ചെയ്യുന്നെന്ന് പറഞ്ഞല്ലോ, 5% ടാക്സ് ആണല്ലോ GSTക്ക് വരുന്നത്. അതെന്ന് വെച്ചാൽ അതിനെ എയർക്രാഫ്റ്റ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത് എന്നുള്ളത്. അപ്പോൾ ഇത് പല ക്ലാസിഫിക്കേഷനും HSIN കോഡ് അങ്ങനെ കുറച്ച് കൺഫ്യൂഷൻസ് GSTയിലുണ്ട്. കുറച്ചുകൂടെ അതൊക്കെ ഒന്ന് യൂണിഫോം ആക്കിയിട്ട് കൊണ്ടുവരാനുള്ള പദ്ധതികൾ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. നമ്മിലേക്ക് തന്നെ തിരിച്ചു വരും. നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്ന ഡ്രോൺ കമ്പനീസുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളൊരു അപ്ഡേഷൻ ആയിരുന്നു. GST കൗൺസിൽ 5% യൂണിഫോം ഒരു GST ലെവലിലേക്ക് എത്തിക്കുന്നതടക്കമുള്ള അപ്ഡേറ്റ്സ് എത്തിയിരുന്നു. ഏതായാലും ആ ഒരു ന്യൂസിനോട് വളരെ പോസിറ്റീവ് ആണ് ഇന്നിപ്പോൾ ഡ്രോൺ കമ്പനീസ് ഡ്രോൺ സ്റ്റോക്സ് റിയാക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറയാം. പാരിസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജിയുടെ ഓഹരികൾ 1.5% മുകളിലുള്ള ഒരു നേട്ടം നൽകിയപ്പോൾ അതിന് ഐഡിയ ഫോർജിന്റെ ഓഹരികളിലും വളരെ ശക്തമായിട്ടൊരു ബൈയിങ് തന്നെയാണ്. ഏകദേശം ഒരു 3% ഒരു അപ്സൈഡ് മൂവ്മെന്റ് കാണുന്നുണ്ട്. ദ്രോണാചാര്യ ഏരിയൽ ഇന്നോവേഷൻസിലേക്ക് വരികയാണെങ്കിലും ഏകദേശം 5% മുന്നേറ്റമാണ് കാണുന്നത്. ഏതായാലും ഹരിപ്രിയ മാം, ഈ ഓഹരികളിലൊക്കെയുള്ള ഒരു ടെക്നിക്കൽ സ്റ്റാൻഡ് എന്താണ്? പാരിസ് ഡിഫൻസ് നമുക്ക് ഫസ്റ്റ് എടുക്കാം. കാരണം അത് കുറച്ചും കൂടെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ആണ് എന്ന് എനിക്ക് തോന്നുന്നു. ഐഡിയ ഫോർജും പാരിസ് ഡിഫൻസും ദ്രോണാചാര്യയിലേക്ക് നമുക്ക് അവസാനം വരാം. അതിന് കാരണമുണ്ട്. ഇപ്പൊ പാരിസ് ഡിഫൻസ് നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ അതിന്റെ ഓൾ ടൈം ഹൈന്ന്, അല്ലെങ്കിൽ 52 വീക്ക് ഹൈ ആണ് അതിന്റെ ഓൾ ടൈം ഹൈ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അവിടുന്ന് അത് തിരിച്ച് 36% ഡൗൺ ആയിട്ട് നിൽക്കുകയാണ് ഇപ്പോഴും. പക്ഷെ ഈ 2 ദിവസത്തെ വന്നിട്ടുള്ള ഈ മൂവ്മെന്റ്സ് നല്ല വോളിയത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. നല്ല ഹൈ വോളിയം, നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറത്തെ ഒരു ഹൈ വോളിയത്തോട്, ഗ്രീൻ വോളിയം നമുക്ക് പ്രതികരിക്കുന്നുണ്ട് ഇൻവെസ്റ്റേഴ്സ്. അതിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ഇപ്പം അത് മേക്ക് ചെയ്തിരുന്ന 818 എന്നുള്ള ഒരു ലെവലിലാണ് അത് വന്ന് കൺസോളിഡേറ്റ് ചെയ്ത് കുറച്ചു നേരം ആ 818ഉം 928 ആ ലെവലിൽ കൺസോളിഡേറ്റ് ചെയ്ത് ഇപ്പം അത് 950 ബ്രേക്ക് ചെയ്ത് മേളിലോട്ട് പോയേക്കുന്നത്. ആ പോയേക്കുന്നതിൽ വന്നിരിക്കുന്ന ആ ചാർട്ടിന്റെ പാറ്റേൺ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഇൻവെസ്റ്റേഴ്സ് ഇതിൽ പ്രതിപത്തി കാണിച്ചിട്ടുണ്ടെന്ന്. അതും MACD ബ്രേക്ക് ചെയ്തിട്ടാണ് മേളിലോട്ട് പോയേക്കുന്നത്. നല്ലൊരു ലെവൽ RSI ഉണ്ട്, 60ക്ക് അബവ് RSI ലെവലും കാണിക്കുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ നിന്ന് ഒരു 15% അപ്സൈഡ് ആയിട്ട് 1180 എന്നുള്ള ലെവലിലേക്കുള്ള ചാട്ടത്തിന് ഏകദേശം ഈ സ്റ്റോക്ക് റെഡിയാണ് എന്നുള്ളതാണ്. ഈ മൂവ്മെന്റ് വെച്ച് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈ ഒരു മൂവ്മെന്റ് നമുക്ക് കാണാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇത് ഇപ്പോഴും 200 ഡേ മൂവിങ് ആവറേജിന്റെ ഒക്കെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ ഇത് താഴോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും 800 ലെവലിൽ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്നലെ മേക്ക് ചെയ്ത ഹൈ ആയിട്ടുള്ള, അതായത് നമ്മളിപ്പോ നോക്കുവാണെങ്കിൽ ആ ഹൈ ലെവല് 1000 സംതിങ് ലെവലാണ് വന്നിരിക്കുന്നത്, 1019 ആക്ച്വലി. ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും 1150 ലെവൽസിലോട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഐഡിയ ഫോർജ് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ അവിടെയും നല്ലൊരു മൂവ്മെന്റ് വന്നിട്ടുണ്ട്. ആക്ച്വലി ആ ഹൈ വോളിയം വന്നേക്കുന്നത് 19th മാർച്ചിനാണ്. ആ ഹൈ വോളിയം വന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ആ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു എലിഫന്റ് ക്യാൻഡിൽ എന്ന് തന്നെ പറയാം. അതുപോലെ ഒരു വലിയ ഗ്രീൻ ക്യാൻഡിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ പാറ്റേൺ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അത് ഇപ്പോഴത്തെ ആ ഡൗൺ ട്രെൻഡിനെ, ഇത് വന്നിരിക്കുന്ന ആ ഡൗൺ ട്രെൻഡ് എപ്പോൾ മുതലാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ജാനുവരി മുതലുള്ള ഒരു ഡൗൺ ട്രെൻഡിന്റെ ഒരു ലൈൻ ഉണ്ട്. ആ ലൈൻ ബ്രേക്ക് ചെയ്താണ് അത് മേളിലോട്ട് പോയേക്കുന്നത്. അപ്പോൾ ഒരു സസ്റ്റൈനബിൾ ഡൗൺ ട്രെൻഡ് അത് ബ്രേക്ക് ചെയ്ത് അത് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള അപ് ട്രെൻഡിലേക്കുള്ള ഒരു മൂവ്മെന്റിലേക്കുള്ള ഒരു പാതയായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. കാരണം ആ ഡൗൺ ട്രെൻഡിനെ ബ്രേക്ക് ചെയ്ത് വരുമ്പോൾ
ഇവിടെ ഒരു ചെറിയ റീടെസ്റ്റും ഇത് നടത്തിയിട്ടുണ്ട്. സോ ഒരു ചെറിയ ഇൻസൈഡർ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടാണ് വേറൊരു ഗ്രീൻ ക്യാൻഡിൽ അത് ഫോം ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നത്. ഇത് കുറച്ചും കൂടെ വിശ്വസനീയമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെയും ഈ ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ, അതായത് 19th മാർച്ചിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ ക്യാൻഡിലിന്റെ ഹൈ ആയിട്ടുള്ള 396 എന്നുള്ള ലെവല് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു 16%, 15% അപ്സൈഡ് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ദ്രോണാചാര്യയിലോട്ട്, ഇപ്പൊ അല്ല പറഞ്ഞ പോലെ ദ്രോണാചാര്യയിലോട്ട് മടങ്ങി വരികയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയ മൂവ്മെന്റ് നടന്നിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷേ ഗ്രീൻ വോളിയം ഇതുവരെയും അത്രയ്ക്കും നന്നായിട്ട് വന്നിട്ടില്ല. സ്റ്റിൽ MACD ക്രോസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു ലെവലിൽ നിൽക്കുകയാണ്. RSI നോക്കുകയാണെങ്കിലും അത് ജസ്റ്റ് 40 ആകാൻ വേണ്ടിയിട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമുക്കിവിടെ അത്രയും വലിയൊരു മൂവ്മെന്റ് ഇപ്പൊ പാരൽസ് ഡിഫൻസിലും ഐഡിയ ഫോർജിലും കണ്ടിട്ടുള്ള അത്രയും നല്ല ഒരു ചാർട്ട് പാറ്റേൺ എനിക്ക് ഇവിടെ പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല. കാരണം ഡൗൺ ട്രെൻഡ് ഇപ്പോഴും ബ്രേക്ക് ചെയ്ത് ഉറപ്പായി ബ്രേക്ക് ചെയ്തു എന്ന് പറയാൻ സാധിക്കുന്നില്ല. പക്ഷെ ഒരു പെന്നി സ്റ്റോക്ക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ പെർസെന്റേജ് ഇൻക്രീസ് ഇതിൽ പ്രതീക്ഷിക്കാം. പക്ഷേ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് ദ്രോണാചാര്യ ഞാൻ ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല.